കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും യേശുവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ യേശു രാജാവിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുന്നു. ഓരോ ദിവസവും നമ്മോട് പരിശുദ്ധ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൈവശബ്ദം കേട്ടാണ് നമ്മൾ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ഗ്രേസ് ടിവിയിൽ കൂടെ 6 മണിക്ക് ഒരു 10 മിനിറ്റുള്ള മെസ്സേജ്. ആ മെസ്സേജിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി അതാത് ദിവസങ്ങളിൽ വേണ്ട ആ ആഹാരം തന്ന് നമ്മെ ബലപ്പെടുത്തി എനർജി ഉള്ളവരാക്കി മാറ്റി അന്നേ ദിവസം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന്, വേദനയിൽ നിന്ന് ഒരു വിമുക്തി പ്രാപിക്കുവാൻ ഈ സന്ദേശം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം ഉണ്ട്. കഴിഞ്ഞ 7.5 വർഷമായി മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ ചാനലിൽ കൂടെ രക്ഷയുടെ വചനം പറഞ്ഞു തരാൻ അവസരങ്ങൾ തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. വീണ്ടും നിങ്ങൾ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ ഓർക്കുക. തീർച്ചയായും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഇന്നത്തെ ചിന്ത പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകിയത് ഇന്നലകളിൽ പിറുപിറുത്ത വിഷയത്തിൽ വന്നു ഭവിച്ച ചില ശാപങ്ങൾ. പിറുപിറുപ്പ് എല്ലാ മനുഷ്യരിലും ഉണ്ട്. പിറുപിറുക്കാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഇല്ല. എല്ലാവരും പിറുപിറുക്കുന്നവരാ, ഞാൻ ഉൾപ്പെടെ. ചിലപ്പോൾ വ്യത്യസ്തമായ സമയത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങൾക്കു വേണ്ടിയായിരിക്കും പിറുപിറുക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങൾ അടഞ്ഞു പോകുമ്പോൾ, വിവാഹം നടക്കാതെ വരുമ്പോൾ, ജോലി കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ബാങ്കിന്റെ ലോണ് അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ, നമ്മുടെ പേഴ്സ് കാലിയാകുമ്പോൾ, അല്ലാത്ത പക്ഷം നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ, ദുഃഖങ്ങൾ വിട്ടുമാറാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പിറുപിറുക്കാറുണ്ട്. ഇതിന് ഉദാഹരണമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പിറുപിറുപ്പ് നിമിത്തം ശാപം വരികയും ആ ശാപത്തെ നീക്കുവാൻ ദൈവം കാണിച്ചു കൊടുത്ത ഒരു വഴിയും ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്. സംഖ്യാപുസ്തകം 21 അധ്യായം 8 വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്. യഹോവ മോശയോട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി, അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പോകുന്ന ഒരു യാത്രാമധ്യേ സംഭവിച്ച ഒരു സംഭവ കഥയാണ് ഈ വാക്യം. ഏതാണ്ട് 40 ദിവസങ്ങൾ കൊണ്ട് വാഗ്ദത്ത ദേശത്ത് എത്തണം എന്ന് ദൈവം കരുതിയെങ്കിലും, അതനുസരിച്ച് ജനത്തെ പുറത്തു കൊണ്ടുവന്നുവെങ്കിലും, ചെങ്കടലിന്റെ മുമ്പിലുള്ള പിറുപിറുപ്പും ദൈവത്തോടും മോശയോടും ഉള്ളതായ ആ തർക്കവും വാദവും നിമിത്തം അവരുടെ വഴി ദീർഘമായി ഏതാണ്ട് 40-ലധികം വർഷം മരുഭൂമി കൂടെ ഈ ജനം നടക്കേണ്ടി വന്നു. വേദപുസ്തക പഠനം ഉള്ള പ്രിയപ്പെട്ടവർക്ക് ഈ കാര്യങ്ങൾ ധാരാളം അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ പോകുന്ന യാത്രയിൽ മോശയോടും ദൈവത്തോടും ഈ ജനം പിറുപിറുത്തു. ഇസ്രായേൽ എപ്പോഴും പല സാഹചര്യങ്ങളിലും പിറുപിറുക്കുന്നവരാണെന്ന് വ്യക്തമായിട്ട് ആ ഭാഗത്ത് തെളിയിച്ചിട്ടുണ്ട്. 40 വർഷത്തിനുള്ളിൽ ഇവർ ധാരാളം പിറുപിറുത്തിട്ടുണ്ട്. ധാരാളം ദൈവകോപങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ദൈവത്തിൽ നിന്നുള്ളതായ ശിക്ഷകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ഇവരുടെ യാത്ര 40 വർഷമാകാനുള്ള കാരണവും പിറുപിറുപ്പ് എന്ന് പറയുന്ന മഹാശാപ നിമിത്തമാണ്. ദൈവത്തിന് ഒരിക്കലും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ക്ഷമ കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മനുഷ്യൻ പിറുപിറുക്കുക എന്നുള്ളത്. ഇന്നും അങ്ങനെയാണ്.
അപ്പം കിട്ടിയില്ലെങ്കിൽ പിറുപിറുക്കും, വീട് കിട്ടിയില്ലെങ്കിൽ പിറുപിറുക്കും, ജോലി കിട്ടിയില്ലെങ്കിൽ പിറുപിറുക്കും, കല്യാണം നടന്നില്ല പിറുപിറുക്കും. എന്തിനേറെ പറയുന്നു, ഇന്ന് രാവിലെ ഫുഡിനിരിക്കുമ്പോൾ നല്ല ഇറച്ചിയും മീനും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പിറുപിറുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും പിറുപിറുപ്പുകൾ അനുഭവിക്കുമ്പോൾ ഈ വാക്യ അടിസ്ഥാനത്തിൽ ഞാൻ ദൂത് പറയാം, പിറുപിറുക്കുന്ന ഒരു വ്യക്തിയിൽ വരുന്ന പ്രശ്നം എന്താ ചോദിച്ചാൽ അവന്റെ വഴി അവൻ തന്നെ അടയ്ക്കുന്നു. ഇവിടെ ഇസ്രായേൽ മക്കൾ പിറുപിറുത്ത കാരണത്താൽ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. അവിടെ സംഭവിച്ച കാര്യം, ദൈവകോപം അവരുടെ മേൽ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ ഇടയിൽ ഒരു സർപ്പത്തെ അയച്ചു. ആ സർപ്പം അവരെ കടിച്ചു. ധാരാളം ആളുകൾ ആ സർപ്പത്തിന്റെ കടി കൊണ്ട് എന്ത് ചെയ്തു? മരിച്ചു. എന്നാൽ ആ മരണത്തിന്റെ മുമ്പിൽ ഇവർ നിലവിളിക്കാനും കരയാനും തുടങ്ങിയപ്പോൾ, അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സലിയുന്ന ദൈവം അവരോട് മനസ്സലിഞ്ഞിട്ട് മോശയോട് പറയുകയാണ്, നീ ആ പാളയത്തിൽ ഒരു കൊടിമരം ഉണ്ടാക്കി ആ കൊടിമരത്തിൽ ഒരു വെങ്കല് കൊണ്ട് അല്ലെങ്കിൽ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ, അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി പൊക്കിക്കെട്ടണം. പൊക്കിക്കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് താഴെ നിന്നാലും ആ കുഞ്ഞു മുതൽ ഏറ്റവും മുതിർന്ന ഹൈറ്റ് ഉള്ള ഒരു വ്യക്തി വരെ നോക്കിയാൽ കാണത്തക്ക നിലയിൽ, അത് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും, പാളയത്തിന്റെ 4 വശത്ത് നോക്കിയാലും കാണത്തക്ക നിലയിൽ ഈ പിച്ചള സർപ്പത്തെ, ഈ വെങ്കൽ സർപ്പത്തെ എന്ത് ചെയ്യണം? പൊക്കിക്കെട്ടണം. ആ കടിയേൽക്കുന്ന ആരാണോ ആ വ്യക്തി കടിയേൽക്കുന്ന സമയം ഈ പിച്ചള സർപ്പത്തെ നോക്കണം. നോക്കിയാൽ ആ വ്യക്തി ജീവിക്കും. ഇവിടെ ദൈവകോപം അവരുടെ മേൽ വന്നപ്പോൾ പാമ്പിന്റെ കടിയേറ്റ് മരിക്കാൻ തുടങ്ങുന്ന ആളുകൾ ഈ സർപ്പത്തെ, പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ അവരുടെ മരണത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ശാപമരണത്തിൽ നിന്ന്, ദൈവകോപത്തിൽ നിന്ന് അവർ ജീവനിലേക്ക് കടന്നു വന്നു എന്ന് ഈ ഭാഗത്ത് കാണുന്നു. അങ്ങനെയെങ്കിൽ ഇത് പുതിയ നിയമത്തിലല്ല, ഇത് പഴയ നിയമത്തിലാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിന്? പിറുപിറുപ്പ് കാരണം, ദൈവത്തോട് കോപിക്കുന്ന കാരണം, ദൈവദാസന്മാരോട് കോപിക്കുന്നത് കാരണം. ഇല്ലേ? ദൈവത്തോട് കോപിക്കുന്നവരെ കണ്ടിട്ടില്ലേ? മോശയോട് കോപിച്ച ഇസ്രായേലിനെ പോലെ കാലാകാലങ്ങളിൽ ദൈവം ആക്കി വയ്ക്കുന്ന, നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ പള്ളിയിൽ, നിങ്ങളുടെ വീട്ടിൽ കടന്നു വരുന്ന ദൈവദാസന്മാരോട് കോപിക്കുന്നവരെ കണ്ടിട്ടില്ലേ? പിണങ്ങുന്നവരെ കണ്ടിട്ടില്ലേ? എന്നാൽ ദൈവത്തിന്റെ ആത്മ പറയുക, ശാപം വരുമെന്ന്. ദൈവത്തോട് കോപമുണ്ടാകരുത്, ദൈവദാസന്മാരെ കോപിപ്പിക്കരുത്, അവരോട് കോപിക്കരുത്. ഇസ്രായേൽ മക്കൾ മോശയോട് കോപിച്ചപ്പോൾ, ഇസ്രായേൽ മക്കൾ ദൈവത്തോട് കോപിച്ചപ്പോൾ അവരുടെ മരണം സംഭവിച്ചെങ്കിൽ, പുതിയ നിയമ വിശ്വാസിയെ, നീ ദൈവത്തോടും ദൈവദാസന്മാരോടും മർദ്ദലിച്ചാൽ, ദൈവത്തോടും ദൈവദാസന്മാരോടും മുഷ്ടി ചുരുട്ടിയാൽ, ദൈവത്തോടും ദൈവദാസന്മാരോടും കോപിച്ചാൽ നിങ്ങളുടെ ഇടയിൽ എന്തു സംഭവിക്കും? ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ പറയുകയാണ്, മോശ പർവ്വതത്തിൽ, മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി എന്ന് പറയുന്ന ആ മലയിൽ നമ്മുടെ കർത്താവിനെ 2 കള്ളന്മാരുടെ നടുക്കിൽ ആ കൊടിമരത്തിൽ തൂക്കിയത് നമുക്കറിയാം. 2 കൈകളും നീട്ടി വിരിച്ച്, ആണികൾ അടിച്ച്, കാലുകൾ കൂട്ടിച്ചേർത്ത് ആണി അടിച്ച് ഒരു മരക്കുരിശിൽ യേശുവിനെ ഉയർത്തിപ്പൊക്കി അവർ ക്രൂശിച്ച് തൂക്കിയിട്ടു. എന്നാൽ കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സർപ്പം പാപത്തിന്റെ അടയാളമായി കരുതുന്നു എങ്കിൽ ഇസ്രായേലിനെ കടിച്ചത് പാമ്പിനെ കൊണ്ട് അവർ പാപം ചെയ്ത കാരണത്താൽ ആകുന്നു എങ്കിൽ പാപമാകുന്ന വിഷമുള്ളിനെ എടുക്കുവാൻ പാപത്തിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യപുത്രനായ ക്രിസ്തു, പിശാചിന്റെ ആ വെനം, ആ വിഷം എടുത്ത് നീക്കിയിട്ട് നമ്മെ ജീവനിലേക്ക്
അതെ, നിത്യജീവനിലേക്ക് നമ്മെ എത്തിക്കുവാൻ, മരണത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഒരു കൊടിമരത്തിൽ തൂങ്ങപ്പെട്ട ക്രിസ്തുവിനെ കാൽവറിയിൽ പൊക്കിക്കെട്ടിയത് ഏതു വ്യക്തിയും അവനെ നോക്കി രക്ഷപ്പെടാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല, അവർ തകർന്നില്ല, അവർ കരഞ്ഞില്ല, അവരുടെ വീട്ടിൽ മരണം വന്നില്ല. കാരണം അവർ നോക്കിയത് യേശുവെങ്കിലേക്കാ. കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്ന് യഹൂദന്മാരെ കുറിച്ച് പ്രവചിക്കുന്ന പ്രവചന വാക്കുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്തിവെച്ച തെറ്റുകൾ കാരണം, നിങ്ങൾ രഹസ്യ പരസ്യ പാപപ്രവൃത്തികൾ നിമിത്തം ദൈവത്തോടും മനുഷ്യരോടും ദൈവദാസന്മാരോടും പുറപുറത്ത പിണങ്ങിയിരുന്ന, കോപിച്ച, തർക്കുത്തരം പറഞ്ഞ, വഴക്കുണ്ടാക്കിയ കാരണങ്ങൾ നിമിത്തം നിന്നിലോ നിന്റെ കുഞ്ഞുങ്ങളിലോ ഒരു മരണം സംഭവിക്കാതെ ഇരിക്കാൻ, നിന്നിലോ നിന്റെ കുഞ്ഞുങ്ങളിലോ ഒരു ദോഷം വരാതെ ഇരിക്കാൻ കാൽവറിയിലേക്ക് നോക്കി, യേശുവിലേക്ക് നോക്കി നീ കണ്ണ് നടുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ മരണത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിത്യജീവൻ തരുവാൻ യേശു എനിക്കും നിനക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, മോശയോടും ദൈവത്തോടും ഇസ്രായേൽ പിറുപിറുത്തപ്പോൾ അവരുടെ ഇടയിൽ മരണം സംഭവിച്ചെങ്കിൽ, പുതിയ നിയമവിശ്വാസിയെ, നീ ദൈവത്തോടും ദൈവദാസന്മാരോടും പിറുപിറുക്കരുത്, അവരോട് തർക്കിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. ദൈവത്തിന്റെ കോപം നിന്റെ വീട്ടിൽ വരും, അത് മരണം വരെ സംഭവിക്കാം. എന്നാൽ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരേ ഒരു വഴി, ആ പിച്ചള സർപ്പത്തെ നിങ്ങൾ നോക്കുക, കാൽവറിയിലേക്ക് നിങ്ങൾ നോക്കുക. വിരിക്കപ്പെട്ട കൈകളുമായി, കൂട്ടിച്ചേർത്ത് അണിയടിച്ച കാലുകളുമായി കാൽവറിയുടെ ഗിരിമുകളിൽ കിടക്കുന്ന യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണ് നോക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ശാപം മാറും, നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ ബന്ധനം അഴിയും, നിങ്ങളുടെ കെട്ടുകൾ അഴിയും, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും, നിങ്ങളുടെ തലമുറകൾ വിശാലത പ്രാപിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദൂത്, ആമേൻ, യേശുവിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ വീട്ടിലെ ശാപം മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ലയോ? വിവാഹം നടക്കുന്നില്ലയോ? എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ട്രൈ ചെയ്തിട്ട് ഒരു ജോലി കിട്ടുന്നില്ലയോ? ഒന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലയോ? ഇട്ടാവട്ടത്തിൽ കറങ്ങുന്ന, കെട്ടുമുട്ടിക്കിടന്ന് കറങ്ങുന്ന ഒരു മൃഗത്തെ പോലെ നീ ഇവിടെ കിടന്ന് കറങ്ങുകയാണോ? നിനക്കൊരു രാജ്യത്തേക്ക് പോകാനോ ഒരു ജോലി സമ്പാദിക്കാനോ കഴിയുന്നില്ലേ? പഠിച്ച സർട്ടിഫിക്കറ്റുകൾ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടി അലമാരയ്ക്കകത്ത് നീ വെച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ? ഇന്ന് രാവിലെ കെട്ടുപൊട്ടും, ഇന്ന് രാവിലെ ബന്ധനം അഴിയും. ആ ക്രൂശിലേക്ക് നോക്കുക, ആ കൊടിമരത്തിലേക്ക് നോക്കുക. നിന്റെ പാപവും ദൈവം നിന്റെ കുടുംബത്തിൽ വരുത്തിയ ശാപവും മാറേണ്ടതിന് ആ കാൽവറിയിലേക്ക് നോക്കുക. നിന്റെ തലമുറ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വീട് വിശാലത അനുഗ്രഹം ഉണ്ടാകും. നാലാടെ മുമ്പിൽ നീ തലയെടുത്ത് നിൽക്കും, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നീ മാനിക്കപ്പെടും. ഒരു കാലത്തും ഒരു നാളിലും നീ മുടിഞ്ഞു പോകില്ല, ഒരിക്കലും നീ തകർന്നു പോകില്ല. ഈ യേശു നിന്റെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുറവേറ്റു പറഞ്ഞ് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ചെയ്തു പോയ തെറ്റുകൾ, പറഞ്ഞുപോയ വാക്കുകൾ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്ക്. ഏതെങ്കിലും വിഷയത്തിൽ നീ പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ, അത് ദൈവത്തോടോ ദൈവദാസന്മാരോടോ നീ പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ, ആ പിറുപിറുപ്പ് ഇന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയി നിരന്ന് ക്രമീകരണം പ്രാപിച്ച് മടങ്ങി വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്ക്. കണ്ടിട്ടില്ലാത്തൊരു വിടുതൽ നിന്റെ വീട്ടിൽ സംഭവിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ചെറിയ നിസാരം ഒരു വാക്ക് നിമിത്തം ഞങ്ങളുടെ കുടുംബത്തിൽ ശാപവും നന്മ വെളിപ്പെടാതെയും കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെയും എവിടെയൊക്കെയോ മരണത്തിന്റെ ഭീതി കഴിയുന്നത് പോലെ, മരണം വരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ കാൽവറിയിൽ ഉയർത്തപ്പെട്ട അങ്ങയുടെ ശരീര നിമിത്തം ഇവർ വിടുവിക്കപ്പെടട്ടെ, ഇവർ മാനിക്കപ്പെടട്ടെ, ഇവർക്ക് സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അതേ പ്രിയരെ, ഈ വചനം നിങ്ങൾ കേൾക്കുക, മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ശാപം വാങ്ങരുത്. ദൈവത്തോടും ദൈവദാസന്മാരോടും നല്ല മനസാക്ഷിയിൽ മുമ്പോട്ട് പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.